ഹൈമാക്സ് പിന്നെ ചെയിൻസോൻ്റെ ഗിയർ ചേഞ്ചിങ് സിസ്റ്റം എങ്ങനെ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ കഴിച്ച് പണ്ടൊക്കെ സ്ക്രൂവെല്ലാം ഇടിയുള്ളതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ ശരിക്കും മെത്തേഡ് ഇത് എങ്ങനെയാണ് അടുത്തൊരു നെറ്റിട്ട് ലോക്ക് സ്ക്രൂ വെച്ചിട്ട് സംഭവം നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാനായിരിക്കും കൂടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ. ഇതും കൂടെ വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെ ആയിരിക്കും അതിൻ്റെ ബോക്സ് ഞാൻ കാണാത്തത്. ഇപ്പോൾ നോക്കാം, ചിലപ്പോൾ കിട്ടിയ ശരിയാവും അല്ല ശരിയാവില്ല. ഇതേതാ കമ്പനി വെച്ചാൽ ഹൈമാക്സ് പിന്നെ ചെയിൻസോ മെഷീൻ എടുത്തിട്ട് പണിയിട്ട് എടുക്കുന്ന ഈ വീഡിയോ നിങ്ങളൊന്നും നോക്കണ്ട, അയച്ചോ, ഒരു പ്രശ്നമില്ല, നമുക്ക് തന്നെ ശരിയാക്കാൻ എടുക്കും. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 6 മാസം. ഇതിപ്പോൾ 6 മാസമായി. ലോക്ക്ഡൗൺ വാങ്ങിച്ചതാണ്, ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ശരിയാക്കും. ഇത് മുതലായല്ലോ സാധനം വാങ്ങിച്ചിട്ട് ഏകദേശം മുതലായിട്ടുണ്ട്. 6000 രൂപ. 2 ഉപ്പില കിട്ടിയതിന് 2 ഉപ്പില, പിന്നെ 2 ബാബു കൂടി കിട്ടും. ഇതെല്ലാം നല്ലത്. ബാബുവിനോട് ചോദിച്ചാൽ നാളെ പറഞ്ഞല്ലോ എന്തെല്ലാം 6000 രൂപ. അത് ഇവിടെ മുട്ടുന്നില്ല. മുട്ട ഇതാട്ടം ഡൗൺലോഡ് അല്ല, ഇത് ചെയ്തതിൻ്റെ ക്ഷീണം തീരും. നിങ്ങൾ ആരാന്നറിയില്ല, നിങ്ങൾ സൗണ്ട് ഇട്ടിട്ട് പിടിക്കുക, എന്തായാലും കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ പവർ പ്ലഗ്. ഇത് കണ്ടിട്ട് ചിരിക്കുന്ന ആകെ ഒരാളുണ്ട് പ്രതീക്ഷ. ഇട്ടിട്ട് അതെങ്ങനെ ഇവരത് തിരിച്ച് നിർത്തി നടക്കുന്നത്? ആ പിസ്റ്റനാണ് മുട്ടി സംഭവം. അപ്പോൾ കടത്തി വെക്കുന്നത് നിങ്ങൾ ഓഫ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്തേ ദിവസം ഇല്ല കപ്പാട് തന്നെ അത്ര പോകുന്നുണ്ട് സാധനം. ഫുൾ ടൈറ്റായിട്ട് എന്താ ഇതിങ്ങനെ ലൂസായി കിടക്കുന്നത് നമ്മൾ സംശയം. ഇതിനെപ്പറ്റി അറിയുന്നവർ ഈ കമൻറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ഈ സാധനം മാക്സിമം ടൈറ്റ് ചെയ്തേ, മാക്സിമം ടൈറ്റ് ചെയ്താ ഏകദേശം ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊരു നമ്മൾ സംശയം. ഇത് ഫുൾ ടൈറ്റ് ആയോ? എനക്കൊന്ന് ഇത് ഈ സാധനം ഇത് ഇതിൻ്റെ കപ്പില്ലേ, കപ്പ് ഒന്ന് ഓസറ്റ് ആയിട്ടുണ്ട്. ഇത് ലോക്കൽ സാധനം. ഈ ചെറിയ ഒരു സാധനം ചെയ്യാത്ത ഉടനെ വരാം. ഓർമ്മ കാണിച്ചാലോ വീഡിയോയിൽ മെക്കാനിക്. നല്ലുണ്ട്. വണ്ടി ഓഫാക്ക്. ഓളെ കൂട്ടിയിട്ടല്ലോ. ഇത് നിങ്ങൾ ചെയ്യുന്നു പ്ലഗ് ടൈറ്റ് ആക്കുന്നു. ഇതിൽ ഹൈമാക്സിൻ്റെ കമ്പനിക്കാർ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും.
ഇതാ ഇതുണ്ടോ ഈ സാധനം ഫ്രീ ഇതിൻ്റെ മുകളിൽ ഏഴ് നിൽക്കുന്നു. അത് ഫ്രീ ആയിക്കോട്ടെ, അത് ഫ്രീ ആയിട്ട് കറങ്ങാനാണല്ലോ. ഫ്രീ ആക്കുമ്പോൾ ചെയിൻ നമ്മൾ വീണ്ടും വെക്കുമ്പോൾ സാധനം നിന്ന് പോന്ന്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയിൻ പ്രഷർ കിട്ടുന്നില്ല. അതേ നിൽക്കുന്നു. ഇത് ഫ്രീ ആയി പോകുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചക്കുള്ളത് ഇതിൻ്റെ സാധനം വെക്കുമ്പോൾ അതാ ലാസ്റ്റ് അവിടെ നിന്നത് സംഭവം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഇത് പിടിക്കത്തിൽ കിട്ടുന്ന നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒപ്പാടത് അവിടെ നിൽക്കണ്ടേ വന്നു. അതെന്ന് വെച്ച് നോക്കി. കാരണം വെച്ചാൽ ഈ സംഭവമില്ലേ, ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേറെ ഇതുമായിട്ട് ബന്ധമില്ല. ഇതെന്തിനാ ഇങ്ങനെ ലൂസ് കൊടുത്തിട്ട് അറിയാം. ഈ മോട്ടറിന്റെ ഫുൾ പ്രഷർ ചെയിനിലേക്ക് കൊടുത്തിട്ടില്ല. കാരണം ഒരു ഇത്ര നിശ്ചിത എമൗണ്ടേ വെച്ചുള്ളൂ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതെപ്പോഴും എപ്പോൾ ഒരു ഫുൾ പ്രഷർ നമ്മൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ സ്വിച്ചുമായിട്ട് ബന്ധമില്ലല്ലോ. സ്വിച്ചുമായിട്ട് ബന്ധമില്ല. കാരണം വെച്ചാൽ ഇതിന് ഫുൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടർ ഔട്ടേ പോകും. അതുകൊണ്ട് ഒരു നിശ്ചിത ഇതിൽ വന്നിട്ട് പ്രഷറിൽ കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്ലച്ച് അങ്ങനെ മാറ്റി വെക്കുന്നത്. പിന്നെ ഈ സാധനം ഡയറക്റ്റ് കൊടുക്കാം. അല്ല, ക്ലച്ച് സാധനം ഇതന്നെ അങ്ങനെ കിട്ടുന്നുണ്ട് സാധനം. ഈ നമ്മളിപ്പോൾ വെച്ച സാധനമില്ല, ഇപ്പോൾ റൗണ്ട് ആ സാധനം സെറ്റ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി സാധനമുണ്ട്. പിന്നെ ക്ലച്ച് മാറ്റിയിട്ട് കൊടുക്കണ്ടേ. നമുക്ക് ഓരോന്നും നമുക്ക് അനുഭവത്തില്ല സംഭവം. ഒന്നും കൂടി ഇട്ട് നോക്കിയാട്ടെ, ജസ്റ്റ് നമുക്ക് ഈ സാധനം യൂസ് ചെയ്ത് ചെയ്തിട്ട് അതിങ്ങനെ നമ്മളിപ്പോൾ തിരിയുമ്പോൾ വെച്ച് നോക്കില്ലേ, അത് നിൽക്കണ്ടേ. ഇത് ഓഫാക്കിയതിന് ശേഷം ഇത് ഫ്രീ ആയില്ലേ. അതെ, അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുമായിട്ട് ബന്ധമുണ്ടോ ഇതിന്? ഇത് കറങ്ങുമ്പോൾ ഇല്ലേ, ഈ കറങ്ങുമ്പോൾ ഈ സാധനം എക്സ്പാൻഡ് ആവുന്നു തിരിയുമ്പോൾ. അല്ലാണ്ട് പിന്നെ ഈ ഒരു മെക്കാനിസം എന്താ, ഈ ആവശ്യമില്ല. ഈ മെക്കാനിസം എന്ന് പറയുന്നത് ഇത് എക്സ്പാൻഡ് ആകുന്ന സാധനം തന്നെയാണ്. ഈ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്ന് പറഞ്ഞു തന്നെ ഈ മെക്കാനിസം എന്താണ് നീ എടുത്തിട്ട് എൻ്റെ ചങ്ങ നേരത്തെ പറഞ്ഞു.